ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ യൂട്യൂബ് ചാനലിലൂടെയുള്ള ശാബ് സ്കൂൾ പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തിന്മയുടെ പ്രശ്നം എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കുകയുണ്ടായി. ഈ ആഴ്ച 8ാമത്തെ പാഠമാണ് ഇച്ഛ, സ്വാതന്ത്ര്യം, സ്നേഹം, ദൈവദീനം എന്ന ഈ പാഠത്തെ ആസ്പദമാക്കിയാണ് നാം പഠിക്കുന്നത്. ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34, യിരെമ്യാ പ്രവചനം 32-ന്റെ 17 മുതലും 20 വരെയുള്ളതായ ഭാഗം, എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3, ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4, 5 വാക്യങ്ങൾ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. മനപ്പാഠവാക്യം: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിൽ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന പാഠത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുവാൻ, കർത്താവെ, അത് വേണ്ടുവണ്ണം ഗ്രഹിക്കുവാൻ, ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം പഠിക്കുവാൻ ആഗ്രഹിച്ച് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. അനേകായിരങ്ങളെ അങ്ങിലേക്ക് ആനയിക്കുവാൻ, കർത്താവെ, ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ അടിയങ്ങളെ ശക്തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠം പഠിച്ച് നല്ല നിശ്ചയമുള്ളവരായി ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ ശക്തിരിക്കണം. സകല മാനവും മഹത്വവും പുകഴ്ചയും തിരുമേനിയെടുക്കണം. യേശു മൂലം താഴ്മയെ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. നമ്മൾ പലപ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമായാലും നന്മയായാലും വന്നു ഭവിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഒരു ദൈവദീനം അല്ലെങ്കിൽ കരുതൽ, ചിലർ പറയും അവളുടെ വിധിയെഴുത്ത് എന്ന് പറയും, തലയിലെഴുത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള നടത്തിപ്പ്, ദൈവദീനം എന്ന് നമ്മൾ പറയുമ്പോൾ അത് മറ്റുള്ളവനെ സംബന്ധിച്ചായാലും തിന്മയുടെ പ്രശ്നത്തെ സംബന്ധിച്ചായാലും വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയാണ് എന്ന് നാം ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി വ്യത്യാസമുള്ളതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ ദിവ്യ നടത്തിപ്പിനെ കുറിച്ച് ക്രൈസ്തവ ലോകം മനസ്സിലാക്കിയിരിക്കുന്നത് സകലത്തെയും ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ദൈവം അറിയാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. കാരണം തിരുവചനം പറയുന്നത് നമ്മുടെ തലയിലെ മുടികളെല്ലാം എണ്ണി തിട്ടപ്പെട്ടിരിക്കുന്നു, അതിലൊന്ന് നിലത്ത് വീഴുന്നത് ദൈവം അറിയാതെ വരികയില്ല എന്നാണ്. അപ്പോൾ ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിയുന്നുണ്ട്, അത് വാസ്തവം തന്നെയാണ്. എന്നാൽ നമ്മൾ ചില കാഴ്ചപ്പാടുകൾ നമ്മൾ മാറ്റേണ്ടി വരും. കാരണം എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ട്, എങ്കിലും ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നത് എന്ന വരികിൽ ചില സന്ദർഭങ്ങളിൽ ദൈവം അത് അനുവദിച്ചു എന്ന് വരും. അത് ദൈവം അനുവദിച്ചത് ദൈവം നിയന്ത്രിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ വേറൊരു കാര്യം, അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം അത് അനുവദിക്കുന്നു. പ്രത്യേകിച്ച് ചില മനുഷ്യർ ദുഷ്ടതയിലേക്ക് പോകുന്നത് ദൈവം നിയന്ത്രിച്ചിട്ടില്ല, ദൈവം ഉദ്ദേശിക്കാത്ത കാര്യമാണ് അവൻ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് പലരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവമാണ് ഒരുത്തൻ്റെ
രക്ഷയെക്കുറിച്ച് കരുതുന്നതും അവൻ്റെ നാശത്തെക്കുറിച്ച് കരുതുന്നതും ദൈവമാണ്. ദൈവം ഇച്ഛിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ചിന്തയാണ് ആ ഒരു വസ്തുത വെളിപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടാണ് തിരുവചനം പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങളൊന്നുമല്ല ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം ലോകത്തിൻ്റെ സമാധാനത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ലോകത്തിലെ സമാധാനം തമ്മിൽ വ്യത്യസ്തമാണ്. ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞത് സകല ലോകവും സമാധാനത്തോടെ രക്ഷപ്പെടണം, രക്ഷയുടെ പദ്ധതിയിലേക്ക് കടന്നു വരണം, ഒരു മനുഷ്യരും നശിച്ചു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആഗ്രഹത്തിന് വിപരീതമായിട്ടാണ് ഇന്ന് ലോകത്തിൽ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലല്ല, പക്ഷെ ദൈവം അനുവദിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ദൈവം മനുഷ്യന് ഇച്ഛാസ്വാതന്ത്ര്യം കൊടുത്തു. ചിലരുടെ വിശ്വാസമനുസരിച്ച് ദൈവം മനുഷ്യൻ്റെ സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം ഈ ഇച്ഛാ സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തത്? അത് വൃഥാവായി പോകും. അതിനർത്ഥം ദൈവം സ്നേഹമുള്ളവനല്ല എന്ന് വരും. അപ്പോൾ ഈ ആഴ്ചയിലെ പാഠം നാം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ദൈവദീനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ ദിവ്യമായ നടത്തിപ്പ്, അതിനെക്കുറിച്ച് നാം പഠിക്കുന്നു. പിന്നെ ഓരോ വ്യക്തികൾ മനസ്സിലാക്കിയിരിക്കുന്നതായ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വം, അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. ഇച്ഛാസ്വാതന്ത്ര്യം, അതിനെക്കുറിച്ച്, ദൈവ സ്നേഹം, ദൈവാധീനം, ഇങ്ങനെയുള്ളതായ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പരമാധികാരിയായ ദൈവം, സർവശക്തനായ ദൈവം, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ ആദർശം, പ്രതിവിധിഹിതങ്ങളും ക്രിസ്തു ലോകത്തെ ജയിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത്. ശനിയാഴ്ചത്തെ പാഠത്തിൽ നമുക്ക് അതിൻ്റെ ഒരു മുഖവുര നമുക്ക് കാണുവാൻ കഴിയും. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം പരമാധികാരിയായ ദൈവമാണ്. ഒരിക്കൽ ഒരു യുവ പാസ്റ്റർ മിഡിൽ സ്കൂളിലുള്ളതായ വിദ്യാർത്ഥികളോട് ദൈവമാണ് പരമാധികാരി എന്ന് പറയുകയുണ്ടായി. അതിനർത്ഥം ഈ ലോകത്തിൽ നടക്കുന്ന സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണെന്ന്. അപ്പോഴാ ആ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടി സംശയത്തോടെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ എൻ്റെ നായ ചത്തതിന് കാരണം ദൈവമാണ് എന്ന് ചോദിച്ചു. അപ്പോഴാ യുവ പാസ്റ്റർ അതിന് മറുപടി പറഞ്ഞത്, അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് ഭാവിയിൽ വരുവാനുണ്ട് എങ്കിൽ ദൈവം ചെറുതായിട്ടുള്ളതായ കഷ്ടപ്പാടുകളെ ആദ്യം അനുവദിക്കും. അപ്പോൾ ഈ ചെറിയ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ വലിയ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ നമുക്ക് കഴിയും എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ആ വിദ്യാർത്ഥി പറയുക, ശരിയാ, എൻ്റെ നായ ചത്തപ്പോൾ എനിക്ക് വളരെയേറെ വിഷമം തോന്നിയിരുന്നു. ആ സന്ദർഭത്തിലാണ് എൻ്റെ വല്യമ്മയും മരിച്ചു പോയത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വിഷമത്തിൽ സമയത്ത് ഇത് എനിക്ക് സഹിക്കുവാനുള്ളതായ ഒരു ശേഷി എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു. ഒരുപക്ഷെ ഇതായിരിക്കാം ദൈവം അർത്ഥമാക്കുന്നത് എന്ന് ആ കുഞ്ഞ് പറയുവാൻ, അല്ലെങ്കിൽ ആ ഒരു ആശയം ശരിയാണ് എന്ന രീതിയിൽ ആ കുഞ്ഞ് പറയുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമുക്ക് കഷ്ടത അനുവദിച്ചത്, അല്ലെങ്കിൽ ദൈവം നാം കഷ്ടപ്പെടണമെന്ന ആഗ്രഹത്തിലല്ല നമ്മെ ആരെയും ഉണ്ടാക്കിയത്. ദുഷ്ടത ലോകത്തിലില്ലാത്ത സമാധാനവും സന്തോഷവും ഉള്ളതായ ഒരു ലോകത്തിൽ സന്തോഷത്തോടു കൂടെ
ദൈവത്തിൻ്റെ കൃപകളെ പ്രാപിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരുക്കി. എന്നാൽ മനുഷ്യൻ ആണ് ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ച് ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങളാണ് കഷ്ടവും കണ്ണുനീരും മുറവിളിയും ദുഃഖവും വേദനയും ലോകത്തിൽ കടന്നു വന്നതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം ആരെയും ഒരു ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. പക്ഷേ കഷ്ടത മനുഷ്യൻ്റെ പാപം മൂലം ലോകത്തിൽ കടന്നു വന്നു. അതാണ് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ഈ കഷ്ടതയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇഷ്ടം തോന്നി അങ്ങനെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഇറക്കി തന്നു. ആ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, നിത്യമരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു വഴി തുറന്നു തന്നു. അപ്പോൾ നമ്മൾ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് നമ്മളൊരു കാര്യം എപ്പോഴും ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. ദൈവം നമ്മെ കരുതുന്നത് കൊണ്ട് ഈ കഷ്ടതയിലൂടെ തരണം ചെയ്യുവാൻ തക്കവണ്ണമുള്ള പോംവഴികൾ ദൈവം നിശ്ചയിക്കും. കാരണം ഈ കഷ്ടത കൊണ്ടുവന്നത് നമ്മളാണ്. പക്ഷേ ആ കഷ്ടതയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിനായുള്ള വഴി ദൈവം തുറന്നു നൽകി. പക്ഷേ ഈ കഷ്ടതയുടെ വഴിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതെല്ലാം നാം സ്വയമായി തിരഞ്ഞെടുക്കണം. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. ഇന്ന് നമ്മൾ മാധ്യമ വാർത്തകളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഓരോ വാർത്തകൾ നാം പരിശോധിച്ച് നോക്കുക. പേപ്പറിൽ കാണുന്ന വാർത്തകൾ നാം വായിച്ചു നോക്കുക. മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്, അതുപോലെ മറ്റുള്ളതായ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നതായ ഓരോ വാർത്തകൾ നാം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്നതേ അല്ല, ദൈവം ഇച്ഛിക്കുന്നതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഇത് ദുഷ്ടൻ വിതറിയതായ വിത്തിൻ്റെ ഫലമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവം ആണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെങ്കിലും ഇന്ന് ലോകത്തിൽ നടക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായ യാതൊരു കാര്യങ്ങളുമല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് വേണമെങ്കിൽ ഈ ദുഷ്ടതയെ അമർച്ച ചെയ്യുവാൻ കഴിയും. അത് മുളയിലേ നുള്ളിക്കളയുവാൻ ദൈവം ശ്രമിച്ചാൽ കഴിയും. ദൈവം പരമാധികാരിയായതുകൊണ്ട് ദുഷ്ടനെ അതിൻ്റെ ഉത്ഭവത്തിൽ തന്നെ നശിപ്പിച്ചു കളയുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. പക്ഷേ ദൈവം മനുഷ്യന് അല്ലെങ്കിൽ ദൂതന്മാർക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സങ്കീർത്തനം 81:11 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വണ്ണമാണ്: എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, നമുക്ക് നേരിടുന്നതായ കഷ്ടങ്ങളൊന്നും ദൈവം വരുത്തുന്നതല്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അനന്തരഫലമാണ്. ദൈവം പറയുകയാണ്, എൻ്റെ മക്കൾ എൻ്റെ വാക്ക് കേട്ട് തിരിച്ചിരുന്നുവെങ്കിൽ ദൈവത്തിന് അവരെ രക്ഷിക്കാമായിരുന്നു. ഈ രക്ഷ എന്ന് പറയുന്നത് ദൈവം പറയുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ കർത്താവായ യേശുവിനെ വിശ്വസിക്കുകയും അവനിലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശമായി എന്ന് എഴുതിയിരിക്കുന്നു. അവനിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവിനെ നോക്കുന്നവർ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുകയുള്ളൂ. ഈ നോക്കേണ്ട കടമ, വിശ്വസിക്കേണ്ട കടമ നമ്മുടേതാണ്. ദൈവം നമുക്ക് രക്ഷയുടെ പദ്ധതി ഒരുക്കി തന്നു. രക്ഷപ്പെടുവാനുള്ളതായ വാതിൽ തുറന്നു നടന്നു. പക്ഷേ നമ്മൾ ആ വാതിലൂടെ രക്ഷപ്പെട്ടില്ല എങ്കിൽ
അതാരുടെ കുഴപ്പമാണ്? നമ്മുടെ തന്നെ കുഴപ്പമാണ്. അപ്പോൾ ഈ ലോകത്തിൽ വന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം വരുത്തുന്നതല്ല, അത് നാം വരുത്തി വെക്കുന്നതാണ്. അല്ലെങ്കിൽ ദുഷ്ടൻ വരുത്തി വെക്കുന്ന വഴിയിൽ നാം വീഴുമ്പോൾ അതിൻ്റെ അനന്തരഫലമാണ് ഈ ലോകത്ത് സംഭവിച്ചത്. ആദാമും ഹവ്വയും ആ വൃക്ഷഫലം പറിച്ചു തിന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും പാപം ലോകത്തിൽ പ്രവേശിക്കുകയില്ല. മനുഷ്യന് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ദൈവം നൽകി എന്ന് വ്യക്തമായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ദൈവത്തിന് ആവശ്യമുള്ളതൊക്കെയും ലഭിക്കണം, ദൈവം ആഗ്രഹിക്കുന്നത് മാത്രമേ ലോകത്തിൽ സംഭവിക്കാവൂ എന്ന് ദൈവം ചിന്തിക്കുന്നുവെന്ന് പലരും പറയുന്നത് നമുക്ക് കാണുന്നു. അതുപോലെ തന്നെ തിരുവചനം തന്നെ പറയുന്നു, എൻ്റെ ആഗ്രഹങ്ങളൊക്കെയും ഞാൻ സാധിക്കും എന്ന് ദൈവം തിരുവചന പ്രകാരം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരമല്ല, മറിച്ച് ദുഷ്ടൻ വരുത്തി വെക്കുന്നതായ ഓരോ വിനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം അത് അനുവദിക്കുന്നു. കാരണം ഭാവിയിൽ നാം നേരിടുവാനുള്ളതായ ഓരോ പ്രശ്നങ്ങൾ തരണം ചെയ്യണമെങ്കിൽ കഷ്ടപ്പാടുകളിലൂടെ നാം കടന്നു പോകണം. യോബിൻ്റെ അവസ്ഥയെ പഠിക്കുമ്പോൾ അതാണ് നാം മനസ്സിലാക്കുന്നത്. കഠിനമായ ശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവരായി നാം ജീവിക്കണം. ദൈവത്തെ ആത്മാർത്ഥമായി സേവിക്കുന്നവരായി നാം ജീവിക്കണമെങ്കിൽ കഷ്ടത ആവശ്യമാണ്. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരാം. അവിടെ പാൻഡോ ക്രിയേറ്റർ എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ അർത്ഥം സർവശക്തനായ ദൈവം എന്നാണ്. അതിനർത്ഥം സർവശക്തിയുള്ള അല്ലെങ്കിൽ സർവശക്തനാണെന്ന ദൈവം സർവശക്തനാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ളതായ പദമാണ്. ഗോഡ് ഈസ് ഓൾ മൈറ്റി. ദൈവം സർവശക്തനാണ്. തിരുവെഴുത്തുകളിലുടനീളം ദൈവത്തിൻ്റെ അത്ഭുത ശക്തികളെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പല അത്ഭുതങ്ങൾ മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ള പല അത്ഭുതങ്ങളും ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ദൈവം സർവശക്തനാണ് എന്ന് ഈ പാഠം പ്രതിപാദിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നാം വായിക്കുമ്പോൾ 11-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം വായിക്കുന്നു: സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനും ഉള്ള കാലവുമാണ്. ഇവിടെ ദൈവത്തിൻ്റെ പുസ്തകം, വിശുദ്ധ ഗ്രന്ഥം ഈ വണ്ണം പറയുകയാണ്, ദൈവം സർവശക്തിയുള്ള ദൈവമാണ് എന്ന്. യഹോവയാണ് ലോകത്തെ നിലനിർത്തുന്നത്. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നതായ സകല കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്നത് പോലെയല്ല. ദൈവം ഇച്ഛ പ്രകാരമല്ല. നാം മുമ്പേ പഠിച്ചു, ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് തൻ്റെ ശക്തി ഉപയോഗിച്ച് തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കളെ സംരക്ഷിക്കുവാൻ കഴിയും. അതെത്രമാത്രം കഷ്ടതയായിരുന്നാലും, എത്രമാത്രം വലിയ ബാധയായിരുന്നാലും, എത്ര വലിയ അഗ്നിബാധയായിരുന്നാലും അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അഗ്നിയുടെ നടുവിൽ നിന്ന് തൻ്റെ മക്കളെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. അവൻ്റെ സകലവിധമായ രോഗത്തിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. അവൻ്റെ സകലവിധ പ്രശ്നങ്ങളിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ ദൈവമക്കൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കണം.
ദാനിയേൽ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാനിയേൽ ദൈവത്തോട് 3 നേരം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ശദ്രക്, മേശക്, അബദ്നഗോയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ദൈവത്തിന് വേണ്ടി കഠിനമായ തീരുമാനമെടുത്തവരായിരുന്നു, ആത്മാർത്ഥതയുള്ളവരായിരുന്നു, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായിരുന്നു. ദൈവം അവരെ തക്ക സമയത്ത് തീയുടെ നടുവിൽ നിന്ന് വിടുവിക്കുന്നത് നാം കാണുവാൻ കഴിയും. ദാനിയേൽ പ്രവാചകനെ വിശന്നിരുന്നതായ സിംഹങ്ങളുടെ വായിൽ നിന്ന് വിടുവിക്കുന്നത് നമുക്ക് കാണും. ഇസ്രായേൽ ജനതയെ ചെങ്കടൽ പിളർന്ന ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ആർക്കും ചെയ്യുവാൻ കഴിയാത്തതായ കാര്യം അവൻ ചെയ്യും. ആർക്കും ചെയ്യുവാൻ കഴിയാത്തതായ കാര്യം നമ്മുടെ ദൈവത്തിന് ചെയ്യുവാൻ സാധ്യമാണ്. യഹോവയാൽ അസാധ്യമായ ഒരു കാര്യമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം നാം വായിക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ലല്ലോ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യമില്ല. ഈ ലോകത്തെ തന്നെ നിർമ്മിച്ചത് ദൈവമാണ്. അവൻ്റെ വാക്കുകളാൽ സകലതും ഉളവായി വന്നുവെന്ന് നാം പഠിക്കുന്നു. അപ്പോൾ അത്ഭുതവും അതിശയകരവുമായി ദൈവം നമ്മെ ഉണ്ടാക്കി. ഇത് സാധാരണ ആർക്കും കഴിയുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അതിശയങ്ങളെയും കുറിച്ച് വർണ്ണിക്കുന്നത് ഏറ്റവും ഉചിതമെന്ന് തോന്നിയിരിക്കുന്നുവെന്ന് ഒരു പുറജാതി രാജാവിന് പറയേണ്ടി വന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ദൈവം സർവശക്തനാണ്. സകലത്തെ നിയന്ത്രിക്കുവാൻ ദൈവത്തിന് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണതായ വേളയിൽ ഗെത്സമനെ തോട്ടത്തിലിരുന്ന് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. സകല ലോകത്തിൻ്റെയും ഭാരം യേശുവിൻ്റെ ചുമലിൽ ആയിരുന്നതായ സമയം യേശു പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. കാരണം പിതാവായ ദൈവത്തിന് സകലവും കഴിയുമെന്ന് കർത്താവിനറിയാമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിന്ന് ഈ ഭാരം മാറ്റിയാൽ ലോകത്തിൻ്റെ രക്ഷ പദ്ധതിക്ക് മുടക്കം വരും. പക്ഷെ ഈ ഒരു പ്രതികൂല യേശുവിൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പിതാവിന് കഴിയുമെന്ന പൂർണ്ണ വിശ്വാസം യേശുവിനുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം ചില സന്ദർഭത്തിൽ ദൈവത്തിന് കഴിയുന്ന കാര്യമായാൽ പോലും ദൈവം അത് അനുവദിക്കും. കാരണം നമ്മുടെ രക്ഷയെ കരുതിയാണ് എന്ന് നമുക്ക് കാണുക. അങ്ങനെ ദൈവം കരുതിയിരുന്നുവെങ്കിൽ ലോകം അന്ധകാരത്തിൽ അമർന്നു പോകുമായിരുന്നു. രക്തത്താലല്ലാതെ വിമോചനമില്ല. ആയതുകൊണ്ടാണ് പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നാം മരിക്കേണ്ടതായ സ്ഥാനത്ത് മരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായത്. കാരണം നമ്മുടെ ദൈവം എല്ലാവരെയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുത്. കാരണം സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു തൻ്റെ സൃഷ്ടിയോട് ദൈവത്തിന് പ്രത്യേക താല്പര്യമുണ്ട് എന്ന ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമ്മെ അങ്ങേയറ്റം കരുതുന്ന ദൈവമാണ്. നമ്മെ വിടുവിക്കുവാൻ, നമ്മുടെ കഷ്ടപ്പാടുകളിൽ നമ്മെ വിടുവിക്കുവാൻ അവൻ ഒരുക്കമുള്ളവനാണ്. ഈ ലോകത്തിൽ നടക്കുന്നതായ സകലവിധമായ ദുഷ്ടതകളുടെ നടുവിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ദൈവം ഒരുക്കമുള്ളവനാണ്. പക്ഷേ നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച്, ദൈവത്തിൻ്റെ ശക്തിയിൽ നാം ആശ്രയിച്ച് നാം മുന്നോട്ട് നീങ്ങണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ വിടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. മുൻകാല ദൈവഭക്തന്മാർ കാണിച്ചതായ അതേ ദൈവഭക്തി നമുക്കും കാണണം. എങ്കിൽ മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു ശരിയായ ധാരണ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. നമുക്ക് ചൊവ്വാഴ്ചയിലെ പാഠത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക. ദൈവം സർവശക്തനാണ്. ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കോണം മനുഷ്യരെ ദൈവത്തിന് നിയന്ത്രിച്ചുകൂടെ? മനുഷ്യൻ പാപം ചെയ്യാതിരിപ്പാൻ ദൈവത്തിനെ നിയന്ത്രിച്ചുകൂടെ?
എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് മനുഷ്യൻ സ്വന്തം ഇച്ഛ പ്രകാരം ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിന് വേണമെങ്കിൽ നമ്മെ പൂർണ്ണമായി നിയന്ത്രിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ഇച്ഛയെ നിയന്ത്രിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ നിയന്ത്രിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മളെ പൂർണ്ണമായി തൻ്റെ കരവലയത്തിൽ ഒതുക്കി ദൈവം പറയുന്നതായ രീതിയിൽ നമ്മെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ ചെയ്താൽ ദൈവം സ്നേഹമുള്ളവനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷേ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ദൈവം മനുഷ്യന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക. അവൻ്റെ ആഗ്രഹപ്രകാരം ദൈവത്തെ സ്നേഹിച്ചാൽ മതി. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരും ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള ആഗ്രഹം ദൈവത്തിനുണ്ട്. ലോകത്തിൽ നന്മ മാത്രമേ വന്നു ഭവിക്കാവൂ എന്ന് ദൈവം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് അതാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അവനൊന്നെങ്കിൽ ദൈവത്തെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അവൻ മാമോനെ തിരഞ്ഞെടുക്കണം. അതിനുള്ളതായ തിരഞ്ഞെടുപ്പിൻ്റെ മാർഗം അവന് ദൈവം കൊടുത്തു. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം സ്നേഹം എന്ന പദത്തിൽ, എന്ന നിർവചനത്തിൽ നിലകൊള്ളുവാൻ കാരണം അതാണ്. തന്നോട് വിരോധമായി പ്രവർത്തിച്ചാലും അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അവൻ അനുഭവിക്കും. അത് പ്രത്യേകിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ഇതൊക്കെയും അനുവദിക്കുന്നു. കാരണം അവൻ്റെ സൃഷ്ടിയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. തൻ്റെ സൃഷ്ടിയോട് അവന് പ്രത്യേകത തോന്നുന്നുണ്ട്. ആ സൃഷ്ടി ദൈവത്തോട് തിരിഞ്ഞു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം ദുഷ്ടതയെ അനുവദിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കണം എന്നുള്ള ചിന്തയാണ്. പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. സ്നേഹിക്കണം. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നാണ്. ദൈവം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും മനുഷ്യന് ബോധിച്ചതായ രീതി തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സകലതും ചെയ്യുവാൻ കഴിയുമെങ്കിലും ചില കാര്യങ്ങൾ മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയില്ല. എബ്രായർ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം എന്ന് വായിക്കുമ്പോൾ, തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നതാണ് അവർക്കുറപ്പിനായി സകല വാദത്തിൻ്റെയും തീർച്ചയാകും. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്നധികം സ്പഷ്ടമായി കാണിപ്പാനിച്ച് ഒരാണയായാലും ഉറപ്പ് കൊടുത്തു. തീത്തോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, ഫോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ്റെ പ്രത്യാശ ഹേതുവായി തൻ്റെ വൃദ്ധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായി സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനുമായ പൗലോസ് വിശ്വാസത്തിൽ ഫോഷ്കില്ലാത്ത ദൈവമെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തിന് ഫോഷ്ക്ക് പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചോളം നമ്മൾ വാ തുറന്നാൽ ഫോഷ്ക്ക് മാത്രമേ പറയൂ. അതാണ് മനുഷ്യൻ്റെയും ദൈവത്തിനും തമ്മിലുള്ളതായ വ്യത്യാസം. മനുഷ്യൻ ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മനുഷ്യൻ വാ തുറന്നാൽ ഫോഷ്ക്ക് പറയും. ദൈവം ആ സമയത്ത് ദൈവത്തിന് മാറ്റമില്ല, ദൈവം മാറാത്തവനാണ്, അവൻ ഫോഷ്ക്ക് പറയുകയില്ല. അതുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്യും? പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരിൽ നിവർത്തിയാം. നമുക്ക് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്തതായ ആ വാഗ്ദത്തമാണ് ഇസ്രായേൽ മക്കളിൽ കാണുവാൻ കഴിയുന്നത്. അവർ പലപ്പോഴും ദൈവത്തെ തിരസ്കരിച്ചിട്ടും
അവരെ മുടിച്ചു കളയാതിരുന്നത് അബ്രഹാമിനോടും ഇസഹാക്കിനോടും ഉള്ളതായ വാഗ്ദത്തം മൂലമാണ്. അതിൽ മാറ്റം വരുത്തുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ മക്കളുടെ തിരഞ്ഞെടുപ്പിൻ്റെതായ ഫലം അവർ അനുഭവിച്ചു. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? പരദേശത്ത് പ്രവാസികളായി പോകേണ്ടതായ ആവശ്യമായി, പരദേശികളായി പാർക്കേണ്ടത് അവസ്ഥ അവർക്ക് ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. ജാതികളുടെ ദൈവത്തെ സേവിക്കേണ്ടതായിട്ട് അവർക്ക് വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വിഗ്രഹങ്ങളെ സേവിക്കേണ്ടതായി അവർക്ക് വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സത്യദൈവത്തെ സേവിക്കണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടുകൂടെ നമ്മുടെ ദൈവത്തെ നാം സേവിച്ചേ മതിയാവും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിനും തോന്നിയിട്ടില്ല എന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവം അത്രമാത്രം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. മറിച്ച് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുകയോ ദൈവത്തെ ഉപേക്ഷിക്കുകയോ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. അതാണ് നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം തന്നിട്ടുള്ളതായ ഈ ഇച്ഛാസ്വാതന്ത്ര്യം അത് പലപ്പോഴും മനുഷ്യൻ്റെയും ദുർവിനിയോഗം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ബുധനാഴ്ചത്തെ പാഠം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആദർശവും പ്രതിവിധി ഹിതങ്ങളും എന്നുള്ളതായ പാഠമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ വണ്ണം കാണുവാൻ സാധിക്കും. അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിൽ വ്യവസ്ഥയ്ക്കായി കൊണ്ടുതന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ ഉയർച്ചയ്ക്കാകേണ്ടതിന് തന്നെ. അവിടെ ദൈവവിധി, മുൻനിർണയം എന്ന ഒരു വാക്ക് നമുക്കവിടെ കാണുവാൻ കഴിയും. ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പ്രോ ഹോറൈസോ എന്ന പദത്തിൽ നിന്നാണ്. ദൈവം കാരണപരമായി ചരിത്രത്തെ നിർണയിക്കുന്നുവെന്ന് സ്വയം പഠിപ്പിക്കുന്നില്ല. അതിനേക്കാൾ മുമ്പ് കൂട്ടി തീരുമാനിക്കുക എന്നാണ് ഈ ഗ്രീക്ക് പദം അർത്ഥമാക്കുന്നത്. മുമ്പ് കൂട്ടി തീരുമാനിക്കുക, പ്രീ ഡെസ്റ്റിനേഷൻ എന്ന ഈ പദം. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മുമ്പ് കൂട്ടി തീരുമാനിക്കുക. അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലരും ചിന്തിക്കും രക്ഷ മുൻപ് കൂട്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട്. അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തവരെ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രയോജനമില്ല എന്ന് ചിലർ ചിന്തിച്ചേക്കാം. പക്ഷേ ഇവിടെ മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ആ പാപം ചെയ്താൽ എന്തു ചെയ്യണമെന്ന് മുമ്പ് കൂട്ടി ദൈവം തീരുമാനിച്ചിരുന്നു. മനുഷ്യൻ പാപം ചെയ്താൽ സ്വന്തം പുത്രൻ മനുഷ്യർക്ക് മറുവിലയായി തീരുമെന്ന ദൈവം മുൻപേ എടുത്ത തീരുമാനമാണ്. അതിനാണ് ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ദൈവത്തിൻ്റെ വചനം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെല്ലാം നിർണയിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അത് മുൻ നിർണയിക്കപ്പെട്ട കാര്യമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നത് മുൻപ് എടുത്ത തീരുമാനമാണ്. പാപലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ പാപം ചെയ്യുമെന്നും ആ പാപത്തിൻ്റെ അനന്തരഫലം ലോകത്തിൽ മരണം ഉണ്ടാകുമെന്നും അങ്ങനെയുള്ള അവസരത്തിൽ മനുഷ്യനെ ഈ വണ്ണം രക്ഷപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ
മുൻനിർണയിക്കപ്പെട്ടത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലത്തിൽ യേശുവിൽ പൂർണ്ണ വിശ്വാസമുള്ളവൻ, യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കുന്നവനെല്ലാം രക്ഷ പ്രാപിക്കും എന്നുള്ളത് സത്യമാണ്. അതിനു വേണ്ടി തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നാം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ നിത്യജീവൻ ഉണ്ടാകും. എന്നാൽ യേശുവിനെ തിരസ്കരിക്കുന്നവർക്ക് ന്യായവിധി ഉണ്ടാകും. അതാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന അപ്പോസ്തലന്മാരുടെ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29, 30 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അവിടെ നമുക്ക് മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ കർത്താവായ യേശുവിൽ ആശ്രയിക്കുന്നവരെയാണ് ഈ മുൻ നിയമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുന്നവരെയാണ് മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ മനസ്സ് വയ്ക്കുന്നവരെല്ലാം മുൻ നിയമിക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ സാധനത്തിനനുസരിച്ചായിരിക്കും അവൻ എന്ത് തിരഞ്ഞെടുക്കുന്നു അതിൻ്റെ അനന്തരഫലം അവന് പ്രാപിക്കും. ചിലപ്പോൾ മനുഷ്യ ദൈവത്തിൻ്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുകയാണ് എങ്കിൽ, ദൈവഹിത പ്രകാരം ജീവിക്കുകയാണ് എങ്കിൽ, മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ദൈവത്തിന് സകലവും അവൻ്റെ നന്മയ്ക്കായിട്ട് വരുത്തുവാൻ സാധിക്കും. പലവിധമായ ദോഷങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്, പലവിധമായ പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് നേരിടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നന്മയ്ക്കായിട്ടത് വ്യാപരിക്കുവാൻ ദൈവത്തിന് സാധിക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തു ലോകത്തെ ജയിച്ചു. വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തു ലോകത്തെ ജയിച്ചു. നമ്മൾ ശരിയായി ചിന്തിക്കുകയാണെങ്കിൽ, നാം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നാം ജീവിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നാം ജീവിക്കുന്നു എങ്കിൽ ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവും, അതുപോലെ ഈ ലോകം ദൈവമായിട്ട് പുനഃസ്ഥാപിക്കപ്പെടും. അതേസമയത്ത് ദൈവം തൻ്റെ സൃഷ്ടിക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം കണക്കിലെടുക്കുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കും. ദൈവം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, അവൻ്റെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചതായ സമയത്ത് അതിനാവശ്യമായ സകല കാര്യങ്ങളും ദൈവം ഉണ്ടാക്കി. അവന് സന്തോഷിപ്പാനുള്ളതായ സകല കാര്യങ്ങളും ദൈവം ഉണ്ടാക്കി. സമാധാനത്തോടെ ജീവിക്കുവാനുള്ളതായ എല്ലാ അവസരങ്ങളും ദൈവം അവന് ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അവൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകത്തിൽ എത്രമാത്രം കഷ്ടതകളും പ്രയാസങ്ങളും നാം നേരിടുകയാണെങ്കിലും അതിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ ദൈവം ശക്തനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്. ഈ കഷ്ടത സാത്താൻ കൊണ്ടുവരുന്നതാണ്. ഈ കഷ്ടത സാത്താൻ കൊണ്ടുവരുന്നത് ദൈവം കൊണ്ടുവരുന്നതല്ല. ദൈവം അത് അനുവദിക്കും. നമ്മുടെ വിശ്വാസം നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. യോബിനെ പോലെ നാം വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ കർത്താവിന് നമ്മെ വിടുവിക്കുവാൻ കഴിയും. കർത്താവ് ഈ ലോകത്തെ ജയിച്ചവനാണ്. നമ്മളെ പോലെ ബലഹീനതയിൽ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും ദൈവം പാപമൊഴികെ സകലത്തിലും മനുഷ്യരെ പോലെയായിരുന്നുവെന്നാണ് വചനം പറയുന്നത്. തൻ്റെ സഹോദരങ്ങളെ പോലെയായിരുന്നു എന്നാണ് വചനം പറയുന്നത്. പക്ഷേ പാപമൊഴികെ
സകലത്തിലും അവൻ എന്ത് ചെയ്തു? സകലത്തിലും അവൻ തൻ്റെ സഹോദരങ്ങളെ പോലെ സദൃശ്യമുള്ളവനായി തീർന്നുവെന്നാണ്. അതിനെ അതിജീവിച്ചവനാണ്, ലോകത്തെ ജയിച്ചവനാണ്. ആയതിനാൽ നമ്മുടെ പ്രയാസം എന്ത് തന്നെയാണെങ്കിൽ കർത്താവിനത് മനസ്സിലാകും. സന്തോഷത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് നമ്മളോട് കടന്നു ചെല്ലുവാൻ ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ സകലത്തെയും ജയിച്ചവനാണ്. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ കഷ്ടതകൾ എല്ലാമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് അത് സന്തോഷമാക്കി തീർക്കുവാൻ, ശാപം അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. കർത്താവായ യേശുവിനരികിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്, സന്തോഷത്തിന് വകയുണ്ട്, സമാധാനത്തിന് വകയുണ്ട്. കാരണം യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഷ്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ട്, കർത്താവിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ ആദാമിൻ്റെ വീഴ്ചയ്ക്ക് മുമ്പ്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യരാശിയിൽ മാനവരാശി പാപത്തിൽ അകപ്പെടുമെന്നും കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ലോകസ്ഥാപന മുമ്പ് ദൈവം രക്ഷയുടെ പദ്ധതി ഒരുക്കി എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. സാത്താൻ്റെ ചതിയിൽപ്പെട്ട് മനുഷ്യന് ഭവിക്കുന്ന വീഴ്ചയെക്കുറിച്ച് സർവശക്തനായ ദൈവം അറിഞ്ഞിരുന്നു. പാപത്തിൻ്റെ ഉത്ഭവത്തിന് ദൈവമല്ല കാരണഭൂതൻ, എന്നാൽ പാപമുണ്ടാകുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു. പാപത്തിൻ്റെ ഭയാനകമായ പരിണിതഫലത്തെ നേടുവാൻ ദൈവം മുൻകൂട്ടി പരിഹാരമാർഗം തയ്യാറാക്കിയിരുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ ഉടമ്പടി ചെയ്യത്തക്ക വിധം വലുതായിരുന്നു ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹം. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം സ്നേഹമാകുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മുടെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ദൈവം നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുളച്ചു കളയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുറവള്ളിയെല്ലാം നീക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ദൈവം നമുക്ക് സമാധാനം നൽകും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ സ്നേഹിക്കുന്നവനായ ദൈവം നമ്മുടെ സ്നേഹത്തെ ആഗ്രഹിക്കുന്നു. ദൈവകൽപ്പനകളെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിക്കുകയാണ്. ദൈവം ഒരുക്കുന്നതായ ആ നിത്യ സൗഭാഗ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനായി നമുക്ക് തുറക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ ഹിതത്തിനൊത്തവണ്ണം ഉള്ള നല്ല പാത്രങ്ങളായി തീരുവാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ കർത്താവെ അങ്ങയുടെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നവരായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കിയതായ ആ രക്ഷാ പദ്ധതിയിൽ അവകാശികളായി തീരുവാൻ, അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ, അങ്ങ് ഒരുക്കുന്നതായ സ്വർഗത്തിന് യോഗ്യരായി തീരുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അനേകായിരങ്ങൾ ഒരുക്കുവാൻ അടിയങ്ങളെ ശക്തീകരിക്കണം. കർത്താവിൻ്റെ കരങ്ങൾ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. സ്തോത്രം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.